മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. കയ്യിലിരിക്കുന്ന പേരിലേക്ക് അവൻ ഒരു മാത്ര അങ്ങനെ നോക്കിയിരുന്നു. ഉള്ളിൽ അറിഞ്ഞു തുടങ്ങിയ മാറ്റങ്ങൾ നേരത്തെ മനസ്സിലായതാണ്. പക്ഷെ എന്തോ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു വട്ടം കല്യാണം കഴിച്ച് 3 വയസ്സുള്ള മകളുള്ള തനിക്ക് ഇനിയും ഒരു പ്രണയമോ? അതും തമ്മിൽ 7-8 വയസ്സ് വ്യത്യാസം പ്രായമുള്ളൊരു പെൺകുട്ടിയോട്. ആ ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോഴെല്ലാം ഓരോ തവണയും ആട്ടിയോടിക്കാനാണ് ശ്രമിച്ചത്. കാരണം ഒരിക്കൽ നടന്നു തീർത്ത കനൽ വഴിയിലേക്ക് ഇനിയൊരു പോക്ക് ചിന്തിക്കാനേ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച പോലെ അവളുടെ ഗാർഡിയനാവാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ തന്റെ എല്ലാ പ്രതിരോധങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് അവൾ ഓരോ തവണയും തന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. അങ്ങനെയൊന്നുമല്ല, എല്ലാം താൻ ഉദ്ദേശിച്ച പോലെയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ഏതോ ഒരു നിമിഷം താൻ അറിയാതെ തന്നെ തോൽക്കാൻ തുടങ്ങി. ആ നേരത്താണ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ അവളോട് ദേഷ്യം കാണിക്കാനും വഴക്കുണ്ടാക്കാനും തുടങ്ങിയത്. അങ്ങനെയെങ്കിലും പെണ്ണിന് വൈരാഗ്യം തോന്നി തന്നിലേക്ക് അടുക്കാതിരിക്കാൻ അവൾ നോക്കുമല്ലോ എന്ന് കരുതി. പക്ഷെ താൻ എന്തു പറഞ്ഞാലും ഒന്നിനു പകരം രണ്ടു മറുപടി പറഞ്ഞ് അവൾ കത്തിക്കയറി തനിക്ക് നേരെ വന്നതല്ലാതെ ഒരു തവണ പോലും താൻ കാണിക്കുന്നതിന്റെയൊക്കെ ദേഷ്യം മനസ്സിൽ വെച്ച് അവൾ തന്നോട് പെരുമാറിയിട്ടില്ല. ഓരോ തവണയും ആൽബി കല്യാണം കഴിച്ച പെണ്ണിനെ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ആദ്യമൊക്കെ പുച്ഛത്തോടെ അവനോട് പലതും പറഞ്ഞിരുന്ന തനിക്ക് പോകെ പോകെ അത് കേൾക്കുന്നത് പോലും ദേഷ്യമായി തുടങ്ങി. അങ്ങനെ ഏതോ പിടിവിട്ട നേരത്താണ് തന്റെ ഭാര്യയെ താൻ വേറെ ആർക്കും കെട്ടിച്ചു കൊടുക്കുകയില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ വാ താൻ അടപ്പിച്ചത്. പക്ഷെ അപ്പോഴും തന്റെ ചിന്തകളൊന്നും മാറാതിരിക്കാൻ താൻ കിഴഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തന്റെ ഓരോ പരിശ്രമങ്ങളെയും തച്ചുടച്ചുകൊണ്ടാണ് അവൾ പിന്നെയും പിന്നെയും മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നത്. അച്ഛനോടുള്ള അവളുടെ സ്നേഹവും മോളെ തന്റെ കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ എങ്ങനെയാ അവള് മനസ്സിലേക്ക് ചായാതിരിക്കുക? അവനൊന്ന് നിശ്വസിച്ചു. ആദ്യമൊക്കെ അവളുടെ കുറുമ്പിനും കുസൃതിക്കും ഒക്കെ ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന താൻ എപ്പോഴാണെന്നറിയില്ല അതൊക്കെ മനസ്സറിഞ്ഞ് ആസ്വദിക്കാൻ തുടങ്ങിയത്. അമ്മയും മോളും കൂടി ചേർന്ന് വീട് തിരിച്ചു വെച്ചു, ആരോണ്ടൊക്കെ അടിയുണ്ടാക്കാൻ ചെന്നു, റോഡിൽ കിടന്ന് രണ്ടും കൂടി ഉരുണ്ടു എന്നൊക്കെയുള്ള അച്ഛന്റെ പരാതികൾക്ക് ചെവി കൊടുക്കാതെ അവർ അമ്മയും മോളും കൂടി എന്തോ ആയിക്കോട്ടെ എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴേക്കും മനസ്സിലായി അച്ഛന്റെ മണിക്കുട്ടിയുടെ സ്ഥാനം തന്റെ മനസ്സിൽ പൂർണ്ണമായി മാറിക്കഴിഞ്ഞുവെന്ന്. എന്നിട്ടും അതൊന്നും പുറത്തു കാണിക്കാതിരിക്കാൻ കഴിവതും ശ്രമിച്ചു. പക്ഷെ ഇന്നലെ പെണ്ണിന് വയ്യാതായ നിമിഷം എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും ഉള്ളിലുള്ള പിടപ്പ് പുറത്തു വന്നുപോയി. തന്റെ മനസ്സിലുള്ള ഫീലിങ്സ് കാരണം അവളുടെ ഭാവി നശിക്കരുതെന്ന് കരുതി മാത്രം അത്രയും കഷ്ടപ്പെട്ട് താൻ അടക്കി വെച്ചിരുന്ന ഫീലിങ്സ് എല്ലാം അവളുടെ ഒരു ഒറ്റ നന്ദേട്ടൻ വിളിയിൽ പുറത്തു വന്ന പോലെയായി. കൺമണി തനിക്ക് മാത്രം കണ്ണായി. പുഞ്ചിരിയോടെ ഓരോ ഓർമ്മകളെയും താലോലിച്ചുകൊണ്ട് കയ്യിലെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നതിനെ ഗിരീഷ് കാണുന്നുണ്ടായിരുന്നു. ഹരിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നെങ്കിലും എപ്പോഴൊക്കെയോ പറഞ്ഞുപോയ കുറച്ച് കാര്യങ്ങളിൽ അവന്റെ ജീവിതത്തിൽ നടന്നതിനെ പറ്റിയൊക്കെ ഗിരീഷിന് ചെറിയൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ ഈ സന്തോഷത്തിൽ ഗിരീഷും അത്രത്തോളം സന്തോഷിച്ചു. അപ്പോഴേക്കും ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിന്റെ മണി മുഴങ്ങിയിരുന്നു. പിള്ളേരുടെ കോലാഹലങ്ങളും ഒച്ചപ്പാടും ഒക്കെ കൂടി അതുവരെ നിശബ്ദമായിരുന്ന അന്തരീക്ഷം ഒറ്റ നിമിഷം കൊണ്ടാണ് ശബ്ദമുഖരിതമായത്. കഴിക്കാനായി ടീച്ചേഴ്സ് എല്ലാം കൂടിയിരുന്ന് പാത്രം തുറക്കുന്ന നേരത്താണ് ഗിരീഷിന്റെ കണ്ണുകൾ ഹരിയുടെ ടിഫിൻ ബോക്സിലേക്ക് പോയത്. എന്തുപറ്റി ഹരി, ഇന്ന് ചപ്പാത്തിയാണല്ലോ, അതും റോളൊക്കെ ആക്കി. പൂരികം പൊക്കിയും താഴ്ത്തിയുള്ള ആ ചോദ്യത്തിൽ ചെറിയൊരു കളിയാക്കലുണ്ടായിരുന്നു. ഭാര്യയുടെ സ്നേഹമാകും ഗിരീഷ് സാറേ, കൈ വയ്യല്ലോ, അപ്പൊ പിന്നെ ചോറ് കുഴച്ചുണ്ണാൻ പാടാകും എന്ന് കരുതിയിട്ടാവും. വേറെ ഏതോ ടീച്ചർ കളിയാക്കി പറഞ്ഞതും മറുത്തൊന്നും പറയാതെ അവരുടെ വാക്കുകളെ ഇഷ്ടമായ പോലെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഹരിയുടെ ചുണ്ടിൽ. ഉച്ചയ്ക്ക് ചോറല്ലാതെ മറ്റൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവന് അന്ന് എത്ര ഇഷ്ടമല്ലെങ്കിലും മുന്നിലെ ചപ്പാത്തിക്ക് എന്തുകൊണ്ടോ ഒരുപാട് സ്വാദുള്ളതായി തോന്നി. കണ്ണും മനസ്സും നിറഞ്ഞു കഴിച്ചവന് ആ നേരം മണിക്കുട്ടി ഒന്ന് വിളിക്കാൻ തോന്നി. പക്ഷെ എന്തോ ഒരു ചമ്മൽ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് തോന്നിയ നിമിഷത്തിൽ അവളുടെ വയ്യാഴിയെപ്പറ്റി ചോദിക്കാം എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് ഫോൺ കയ്യിലേക്ക് എടുക്കുന്ന നേരത്താണ് അത് റിങ് ചെയ്യുന്നത്. കണ്ണേ. സ്ക്രീനിൽ തെളിയുന്ന പേര് കണ്ടവൻ ഞെട്ടിപ്പോയി. പെരുവേനലിൽ മഴ പെയ്യുന്ന സുഖം ആദ്യമായി അറിഞ്ഞ പോലെ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. സന്തോഷത്തിന്റെ ആക്കം അത്രയും കൂടിയത് കൊണ്ടാവും അവന് ആ പേരിലേക്ക് നോക്കിയിരുന്നല്ലാതെ അത് അറ്റൻഡ് ചെയ്തില്ല. ഹരിമാഷെ, അതിൽ നോക്കിയിരുന്ന് സന്തോഷിക്കാതെ ആ കോൾ അറ്റൻഡ് ചെയ്, അല്ലെങ്കിൽ ആ പെങ്കൊച്ച് കട്ട് ചെയ്തു അവനവന്റെ പണിക്ക് പോകും കേട്ടോ. ഗിരീഷിന്റെ കളിയാക്കൽ കേട്ട് ഞെട്ടി അവൻ നോക്കുമ്പോൾ കാണുന്നത് തന്റെ കയ്യിലെ ഫോണിൽ മിന്നിമായുന്ന പേര് കണ്ട് കളിയാക്കുന്നവനെയാണ്.
ഹരിക്ക് വല്ലാത്ത ചമ്മല് തോന്നി. അതെ, എല്ലാരും നോക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇരുന്നിങ്ങനെ ചുവന്നു കൊടുക്കാതെ പുറത്തു പോയി ആ കോൾ അറ്റൻഡ് ചെയ്. അതുകൂടി കേട്ടതും ഇനിയൊന്നും കേൾക്കാൻ വയ്യെന്ന പോലെ ഹരി വേഗം ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. കണ്ണേ, ഷെടാ, ഈ നന്ദേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? നേരത്തെ വിളിച്ചപ്പോഴും എടുത്തില്ല. അവൾ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. ലഞ്ച് ബ്രേക്കിന്റെ ടൈം ആണല്ലോ. ഇനിയിപ്പോ എയോടെ ഓഫീസിൽ പോയിട്ട് വന്നില്ലേ ആവോ. എന്നാലും രാവിലെ പോയിട്ട് ഈ നേരം വരെ അവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആൾക്കിപ്പോ വിശന്നിട്ടുണ്ടാവില്ലേ? ഉഫ്, വിശന്നില്ല കണ്ണേ, ഞാൻ കഴിച്ചു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ കേട്ടിരുന്നു. അതിലൂടെ പെണ്ണിന്റെ പരാതിയും പരിഭവം പറച്ചിലും. എങ്കിൽ അതൊന്ന് തീർത്തിട്ട് ഹലോ പറയാം എന്ന് കരുതിയെടുത്ത് പെണ്ണ് നിർത്തുന്നതേ ഇല്ലെന്ന് കണ്ടാണ് ബാക്കിയെന്ന പോലെ അവൻ സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ പെട്ടെന്ന് അവന്റെ ശബ്ദം കാതിൽ കേട്ടതും അവൾ പകച്ചുപോയി. പെണ്ണ് വേഗം ഫോൺ കട്ടിലേക്കിട്ടു. കണ്ണേ, പെണ്ണ് മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൻ ഫോൺ ചെവിയിൽ നിന്നും എടുത്തു നോക്കി. കട്ടായിട്ടൊന്നുമില്ല. പിന്നെന്തു പറ്റിയോ ആവോ. അവൻ ഒരിക്കൽ കൂടി ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് വരാന്തയിൽ നിന്നും താഴേക്കിറങ്ങി. ഫോൺ വിളിച്ചത് മിണ്ടാതിരിക്കാനാണോ പെണ്ണേ? അവളുടെ നിശ്വാസം ചെവിയിലേക്ക് പതിഞ്ഞ നിമിഷം നേർത്തൊരു പുഞ്ചിരിയോടെ അവൻ നടന്നു ചെന്ന് നിന്നത് കുട്ടികൾക്കായി കെട്ടിയിട്ടുള്ള മാഞ്ചുവട്ടിലെ സ്റ്റോൺ ബെഞ്ചിലേക്കാണ്. അത് പിന്നെ ഞാൻ പെണ്ണിന് വല്ലാത്തൊരു പകപ്പായിരുന്നു. ഇങ്ങനെ മുക്കാനും മൂളാനും വന്നി വിളിച്ചതെങ്കിൽ ഞാൻ ഫോൺ വെക്കട്ടെ കണ്ണേ. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറച്ചു വെക്കാതെ തന്നെ വിരിഞ്ഞ മുഖത്തോടെയായിരുന്നു അവനത് ചോദിച്ചത്. അയ്യോ, വെക്കല്ലേ നന്ദേട്ടാ. അതുവരെ പതറി നിന്നവൾ പെട്ടെന്ന് കയറി പറഞ്ഞു. ഒരു വേള അവൻ ഫോൺ വെച്ചിട്ട് പോയാലോന്ന് അവൾ കരുതിപ്പോയി. എങ്കി പിന്നെ എന്നോട് കാര്യം പറയുന്നീ. അവന്റെ കുറുമ്പോടെയുള്ള ചോദ്യം അവളിലെ കുറുമ്പത്തിയെ ഉണർത്തി. ഓ, അപ്പൊ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നന്ദേട്ടൻ ഫോൺ വെക്കില്ല? ഇല്ല, വെക്കില്ല. അവളുടെ ചൊടി മനസ്സിലാക്കിക്കൊണ്ട് അവനും ഒപ്പം നിന്നു. ഉറപ്പായും വെക്കില്ല? ഉറപ്പായിട്ടും വെക്കില്ല പെണ്ണേ. അവന്റെ പതിഞ്ഞ ചിരിയോടുള്ള സംസാരം കേൾക്കുന്നതോറും അവൾക്ക് തന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി പൊട്ടും പോലെയാണ് തോന്നിയത്. ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പതിഞ്ഞ രീതിയിൽ കേൾക്കുന്ന സംസാരമായിട്ടും അത് തന്നെ ആകെ പരിവേഷം കൊള്ളിക്കുന്നതിൽ പെണ്ണിന് അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു. വീണ്ടും മിണ്ടാണ്ട് മുട്ടിപ്പോയ പെണ്ണെ. സ്വപ്നലോകത്തിരുന്നവള് അവന്റെ ആ ചോദ്യത്തിൽ ഒന്ന് പതറി. കണ്ണേ. ഇത്തവണ അവൻ വിളിച്ചത് അടുത്തു വന്നിരുന്ന് തന്റെ ചെവിയിൽ മൂളും പോലെ തോന്നിയതും പെണ്ണ് മടിയിലിരുന്ന് തലയണ അമർത്തി പിടിച്ചു. അവന്റെ നിശ്വാസം നേരെ കാതിലേക്ക് വന്ന് തട്ടും പോലെ രോമരാജികൾ എഴുന്നു നിന്നു. കണ്ണേ, ഇങ്ങനെ വിളിക്കല്ലേ നന്ദേട്ടാ. പറയുന്നതിനൊപ്പം തന്നെ അവൾ ഫോൺ കട്ടിലിട്ട് മുഖം പൊത്തിപ്പിടിച്ചു. വല്ലാത്തൊരു നാണത്തേടും പരവേശത്തോടുമുള്ള അവളുടെ സംസാരം കേട്ടതും ഹരി അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ഫോണിലൂടെ അവന്റെ ചിരിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പെണ്ണിന് പിന്നെയും വല്ലാത്തൊരു പരവേശം തോന്നുന്നുണ്ടായിരുന്നു. ഇന്ന് വരെ മിടിക്കാത്ത രീതിയിൽ ഹൃദയമിടിപ്പ് അവൾക്ക് കാതിൽ കേൾക്കും എന്ന പോലെ തോന്നി. അവന്റെ സംസാരം തന്നിൽ അത്രയും പരവേശം തീർക്കുന്നുണ്ടെങ്കിൽ ആ ആള് അടുത്തേക്ക് വന്നാൽ താൻ എന്ത് ചെയ്യും എന്നൊരു ചിന്ത വന്നതും മണിക്കുട്ടിക്ക് എന്തോ കൈയും കാലും വിറയ്ക്കുന്ന പോലെ തോന്നി. വെച്ചിട്ട് പോയോ കണ്ണേ? അവിടെ ഇപ്പോഴും ആള് കളിയാക്കുന്ന മൂഡിൽ തന്നെയാണ്. ഞാനൊന്ന് കണ്ണേന്ന് വിളിച്ചാൽ തീരുന്ന ധൈര്യമേ ഉള്ളൂ എന്റെ പൂവിന്റെ വീരശൂര പരാക്രമി അമ്മയ്ക്ക്. പെണ്ണിനെ ഇനി ചൊടിപ്പിക്കാതെ അവൾ മിണ്ടില്ല എന്ന് തോന്നിയതും ഹരി മനഃപൂർവ്വമായി കളിയാക്കാൻ തുടങ്ങി. അവന്റെ ഉദ്ദേശം നടന്നുപോലെ പെണ്ണ് പെട്ടെന്ന് അതിൽ കയറി പിടിച്ചു. ദേ നന്ദേട്ടാ, വേണ്ടാട്ടോ. എന്ത് വേണ്ടെന്ന്? അതിങ്ങനെയൊന്നും പറയണ്ട. മുഖം ഇത്തിരി വീർപ്പിച്ചുകൊണ്ടായിരിക്കും അവളുടെ ആ മറുപടി വന്നിട്ടുണ്ടാവുക എന്ന് മനസ്സിലോർത്തുകൊണ്ട് ഹരി ചിരിച്ചു. അതിന് ഞാനെന്തു പറഞ്ഞു? എന്റെ പൂവിന്റെ അമ്മയ്ക്ക് ധൈര്യമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അവൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ആര് പറഞ്ഞു എനിക്ക് ധൈര്യമില്ലെന്ന്? എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഹൂവ, എനിക്കറിയാത്തൊന്നും അല്ലല്ലോ. മെല്ലെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയവൻ ഡെസ്കിൽ പോയി ബാഗ് കയ്യിലേക്ക് എടുത്തു. ഒപ്പം ഗിരീഷിനെ നോക്കി ചുണ്ടും കൊണ്ട് പോകുക എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ നോട്ടം പോയത് ചെവിയിലിരിക്കുന്ന അവന്റെ ഫോണിലേക്കായിരുന്നു. പിന്നെ എന്തോ മനസ്സിലായ പോലെ തലയാട്ടിക്കൊണ്ട് ചിരിക്കുന്ന കണ്ടെങ്കിലും ഒരു വട്ടം കൂടി അങ്ങോട്ട് നോക്കാതെ ഹരി വേഗം പുറത്തേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെ ഗിരീഷിന്റെ ചിരിയുടെ പിന്നാലെ പോയി ടീച്ചർമാർ എന്തെങ്കിലുമൊക്കെ കളിയാക്കുന്നത് കൂടി കേട്ടവിടെ നിൽക്കേണ്ടി വരും. എന്തോ അതിനൊന്നും മനസ്സ് തോന്നുന്നില്ല. ഒരു നിമിഷം മുന്നേ അവൾക്കടുത്തേക്ക് പറഞ്ഞു ചെല്ലാനാണ് മനസ്സ് പറയുന്നത്. ചുമ്മാ കളിയാക്കാൻ പറയല്ലേ, എനിക്ക് നല്ല ധൈര്യമാണ്. അവിടെ ഒരുത്തി ഇപ്പോഴും ധൈര്യത്തിൽ പിടിച്ചു തൂങ്ങി അവനോട് തല്ലുവെക്കുന്നതിൽ ധൃതി പിടിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൻ കാറിലേക്ക് കയറിയതോ വണ്ടി സ്റ്റാർട്ട് ചെയ്തതോ എന്തിന്?
വീടിന് മുന്നിലെത്തിയതോ ഒന്നും അവൾ അറിഞ്ഞില്ല. ശ്രദ്ധിച്ചില്ലെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അവനും അത് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കണ്ണിന്റെ ധൈര്യം എനിക്കറിയാമെന്ന്. അവൻ ഇത്തിരി കളിയാക്കി ചിരിയോടെ പറഞ്ഞതും പെണ്ണിന് പെട്ടെന്ന് ദേഷ്യം വന്നു. അതെ, ഇങ്ങനെ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാൽ അന്ന് ഞാൻ എന്റെ ധൈര്യം നന്ദേട്ടന് കാണിച്ചു തരും. നോക്കിക്കോ. വാശി കയറിയ പെണ്ണ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് ജനലിനടുത്തേക്ക് പോയി പിടിച്ചുകൊണ്ട് ഇത്തിരി ഉച്ചത്തിൽ പറഞ്ഞു. അതേസമയം നേരം തെറ്റിയ നേരത്ത് മോനെ വീടിന്റെ മുന്നിൽ കണ്ടതിന്റെ ഞെട്ടലിലായിരുന്നു മാഷ്. അദ്ദേഹം എന്താ ചോദിക്കാൻ വന്നതും ചൂണ്ടുവിരലിന്റെ അറ്റത്ത് കൈവച്ച് ഒന്നും മിണ്ടല്ലേന്ന് കാണിച്ചുകൊണ്ട് അവൻ ഒരു ചിരിയോടെ അകത്തേക്ക് നടന്നു. കാര്യം മനസ്സിലാവാതെ ഒന്ന് പകച്ചെങ്കിലും അവൻ നേരെ പോകുന്നത് മണിക്കൂട്ടിയുടെ മുറിയിലേക്കാണെന്ന് കണ്ടതും അദ്ദേഹത്തിന്റെ മുഖം വിടർന്നു. പിന്നെ ഒരു പുഞ്ചിരിയോടെ ശ്രീധരന്റെ വീട്ടിലേക്ക് ഇറങ്ങിയ അദ്ദേഹം അവിടേക്ക് നടന്നു. അപ്പോ പറഞ്ഞു വരുന്നത് എന്റെ കണ്ണ് നല്ല ധൈര്യമാണെന്ന്. അതെ, നല്ല ധൈര്യം എനിക്ക്. ദേഷ്യത്തിൽ സ്ഥാപിക്കാൻ പോലെ അവള് വീണ്ടും ഉറക്കെ പറഞ്ഞു. ഉറപ്പാണല്ലോ, അല്ലേ? കാതിനരികിൽ അത്രയും അടുത്തായി കേട്ട നിശ്വാസത്തിൽ പെണ്ണ് ഞെട്ടിപ്പോയി. ഒപ്പം ജനലരികിൽ അവളുടെ വിരലുകൾ അമർത്തി മുറുകി. അപ്പോ എന്നെ കേൾക്കാൻ വായിക്കാൻ ചെയ്യുന്ന എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.